ഇന്ത്യയിലെ പശ്ചിമഘട്ട മലനിരകൾ തേയിലക്കൃഷിക്ക് പറ്റിയ ഭൂമിയാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാർ അന്നത്തെ നാട്ടുരാജാക്കന്മാരുടെ പക്കൽ നിന്ന് വൻതോതിൽ ഭൂമി പാട്ടമായും വിലയാധാരമായും വാങ്ങി. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച തൊഴിലാളികളെ കൊണ്ട് കാടുവെട്ടി തേയിലക്കൃഷി തുടങ്ങി. സ്വാതന്ത്ര്യാനന്തരം ബ്രിട്ടീഷുകാർ ഇന്ത്യൻ കമ്പനികൾക്ക് തോട്ടങ്ങൾ വിറ്റു. അങ്ങനെ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ചു പോയ തേയില ഫാക്ടറികളിൽ ഏറ്റവും പ്രധാനമായിരുന്നു ബോണക്കാട്ടെ തേയില ഫാക്ടറി. ബോണക്കാട് എന്ന ഈ ഗ്രാമത്തിൻ്റെ ജനനം ഈ ഫാക്ടറിയിൽ നിന്നാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫാക്ടറിയിലെ തൊഴിലാളികളായി എത്തിയവരാണ് ഇവിടുത്തെ ഗ്രാമവാസികൾ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഈ ഫാക്ടറി തകർന്നതോടുകൂടി ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതവും സ്വപ്നങ്ങളും തകരുകയായിരുന്നു. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യ പർവ്വതനിരകളുടെ താഴ്വരയിൽ പ്രകൃതി അത്രമേൽ സുന്ദരിയായി നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട്, ബോണക്കാട്. വിതുരയ്ക്കടുത്ത് ഒരു മലമുകളിലാണ് ബോണക്കാട് എന്ന ഈ ചെറിയ ഗ്രാമം. അല്ലെങ്കിൽ ബോണക്കാട് ഫാക്ടറിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ഗ്രാമമെന്ന് പറയാം. ഒന്ന് അവർക്ക് ബസ് KSRTCയുടെ സർവീസുണ്ട്, ഒരു 4 സർവീസുണ്ട്. രാവിലെ 7 മണിക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണിക്ക്, വൈകുന്നേരം 4:30-ക്ക്. പിന്നെ സ്റ്റേ ബസ്സുണ്ട്. സ്റ്റേ ബസ് ഇപ്പോൾ റീസെൻ്റായിട്ട് തുടങ്ങിയതാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ആൾക്കാരില്ലാത്തതുകൊണ്ട് നിർത്തിയിരുന്നു, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അത് 8 മണിക്ക് പോകും. നേരത്തെ 8 മണിക്ക് പോയിട്ട് രാവിലെ 6 മണിക്ക് തിരിച്ചു വരും. അവർക്ക് വേറെ ജീവിത മാർഗ്ഗങ്ങളില്ല. ഒന്നുള്ളതെന്ന് പറയുന്നത് നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗൈഡായിട്ട് പോകുന്ന, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് തൊഴിലുറപ്പ്. ബാക്കിയുള്ള ആൾക്കാർ പുറത്ത് പോയി തൊഴിലിന് വേണ്ടി വീരയിലും മറ്റും അവർ താമസം തന്നെ അങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു. മനോഹരമായ കാടും പുഴയും അരുവിയും അങ്ങനെ പ്രകൃതിയെ സുന്ദരിയാക്കുന്ന ചായക്കൂട്ടിലെ എല്ലാമുണ്ട് ഈ ഗ്രാമത്തിൽ. പക്ഷേ ഇന്ന് ഈ ഗ്രാമം തന്നെ ഇല്ലാതാവുകയാണ്. നിലവിൽ വൃദ്ധവയോധികർ മാത്രമുള്ള ഒരു ഗ്രാമമാണ് ബോണക്കാട്. ചെറുപ്പക്കാർ ഏതാണ്ട് മക്കളൊക്കെ നാട്ടിൻപുറത്ത് പോയി ജീവിക്കാൻ കല്യാണം കെട്ടി അവരെ പാട്ടുമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ളത് എല്ലാം 60 വയസ്സിന് മുകളിലുള്ളവരും. സ്കൂളിൻ്റെ ഇതിൽ ഇവിടെ എസ്റ്റേറ്റിൽ ആൾക്കാരില്ലാത്തതുകൊണ്ട് കുട്ടികൾ വർത്തമാനം ഇല്ല. അതുകൊണ്ട് സ്കൂൾ കെട്ടായി. ഒരു റേഷൻ കട മാത്രമുണ്ട്. 4-5 ഒരാളിന് 5 കിലോ അരി തരും ഒരു മാസത്തേക്ക്. ഒരു മാസം ഈ 5 കിലോ അരിച്ച് കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഈ തോട്ടമേലിൽ നേരത്തെ ആണെങ്കിൽ സർക്കാർ നേരത്തെ ഇരുന്നപ്പോൾ തനിയായിട്ട് പ്രത്യേകിക്കും ബോണക്കാട് തോട്ടം തൊഴിലാളികൾ തോട്ടമേലിലുള്ളവർക്ക് റേഷൻ കൂടുതൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ക്യാൻസലായി. ഇപ്പം പ്രധാന തൊഴിൽ ഈ തൊഴിലുറപ്പ് ജോലി തന്നെ, വേറെ ജോലി ഇല്ല. ഇതില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ കുഴപ്പമില്ല. ഈ തൊഴിലുറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആൾക്കാരും ഉണ്ട്. ബാക്കി കുറേ ഒരു നാട്ടിൽ പോകും, ഇവിടെ കാണും. ഇവിടെ തൊഴിലെന്ന് വെച്ചാൽ നീർത്തടം ഓട വൃത്തിയാക്കി കല്ല് കെട്ടി വെള്ളത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടാതെ അത് കൃത്യമാക്കി ചാനലിലേക്ക് വിടുകയും, റോഡുകൾ നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള വീട്ടിലേക്ക് വരുന്ന റോഡുകളും, പിന്നെ നമ്മളെ ചുറ്റുവട്ട ഈ കാടൊക്കെ കരടി ആനയൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഈ കാടുകളൊക്കെ വെട്ടാനും ചെയ്യുന്നത്. അത് വർഷത്തിലൊരുക്ക എല്ലാം വൃത്തിയാക്കും കേട്ടോ. അവനെ വർഷത്തിലൊരുക്ക കാടും വൃത്തിയാക്കി തരുന്നുണ്ട്. പിന്നെ ഈ തൊഴിലുറപ്പ് ശമ്പളം ഈ പൈസയും അവർ ഒരുവിധം ബോണക്കാട്ട് കൃത്യം കിട്ടുന്നുണ്ട്. ഇതില്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞെങ്കിലും തൊഴിലുറപ്പ് പൈസ ഇടുന്നുണ്ട്. അതുകൊണ്ട് ആ ജീവിതം കൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാർ മെച്ചപ്പെട്ടു പോണത്. അല്ലാതെ വേറെ ഞങ്ങൾക്ക് ഒരു വഴിയില്ല. തോട്ടം തൊഴിലാളികളായി കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇവരെ സംരക്ഷിക്കുവാനും അവരുടെ കണ്ണുനീർ ഒപ്പുവാനും സർക്കാരും ഇതര പാർട്ടികളും ശ്രമിച്ചിട്ടില്ല. ജീവിതം കെട്ടിപ്പടുക്കുവാൻ ബോണക്കാട് എന്ന മലയിറങ്ങിപ്പോയ ചെറുപ്പക്കാർ അവിടേക്ക് തിരികെ എത്തുന്നുമില്ല. ലക്ഷക്കണക്കിന് രൂപ ഫാക്ടറിയിൽ നിന്ന് കുടിശ്ശിക കിട്ടാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഇവിടെ പലരും സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കുന്നത്. ഈ എസ്റ്റേറ്റിൽ ഈ തേയിലത്തോട്ടം ഉണ്ടായ കാലം തൊട്ട് ഈ എസ്റ്റേറ്റിൽ തേയില അരയ്ക്കണമെന്നായിരുന്നു. അത് അരച്ച് ഈ എസ്റ്റേറ്റിൽ ഇപ്പോൾ 25 വർഷമായി ഈ തേയില പ്രവർത്തനം നടന്നിട്ട് ഈ പ്രവർത്തനങ്ങളൊന്നുമില്ല. നമ്മൾ ഈ എസ്റ്റേറ്റ് നമ്മൾ ജനിച്ച് വളർന്നതെല്ലാം ഈ എസ്റ്റേറ്റിലാണ്. 74 8ാം മാസം 1-ാം തീയതി നമ്മളെ ജോലി ഇവിടെ സ്ഥിരമായിട്ട് ജോലി ചെയ്തത്. നമ്മൾ 2015 വരെ നമ്മൾ ജോലി ചെയ്തിട്ടുണ്ട്. ആ ജോലി ചെയ്ത വിധം പ്രാവണം കൊണ്ട് പൈസ പിടിച്ചതിന് നമുക്കിന്നും അടച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 36 മാസം ജോലി ചെയ്ത കാശ് വരെ ഇവിടെ ഉണ്ട്. അതൊന്നും നമുക്ക് തന്നിട്ടില്ല. നമ്മൾ നല്ല മുട്ടേണ്ട സ്ഥലമൊക്കെ പോയി മുട്ടി.
നമുക്ക് അതിലൊന്നും ഒരു പ്രതിഫലം കിട്ടിയിട്ടില്ല. ഇനി ആരെങ്കിലും ചെയ്ത് പ്രതിഫലം ഉണ്ടാക്കി ഞങ്ങൾക്ക് ജോലി തരുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 65 വയസ്സായി, വയസ്സ് 65ആയി. നമ്മൾക്ക് ഇത് നാട്ടിൻപുറത്ത് പോയി ഒരു ജോലി ചെയ്യാനോ അതിനുള്ള ശേഷിയൊന്നുമില്ല. എസ്റ്റേറ്റ് നടന്നുകൊണ്ടിരുന്നാൽ നമ്മളെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒരു ആശുപത്രി പോകണമെങ്കിലും ഒരു മരുന്ന് മേടിക്കണമെങ്കിലും നമ്മളെ കയ്യിൽ ഈ ജോലി ഈ തൊഴിലുറപ്പുള്ളതുകൊണ്ട് ഒരുവിധം ഓടിക്കണം. ഈ തൊഴിലുറപ്പും കൂടെ ഇല്ലെങ്കിൽ നമ്മളെ പാട് വലിയ കാര്യത്തിലാണ് ചെയ്യുന്നത്. എസ്റ്റേറ്റിൽ അനേക തൊഴിലാളികൾ മരണപ്പെട്ടവരുണ്ട്, രോഗികളായി കിടക്കുന്നവരുണ്ട്, ജോലി കഴിയില്ലാത്തവരുണ്ട്. അവരെല്ലാം ഇതിനകത്ത് കിടക്കണം. നമ്മളെ കാശ് തരാമെന്ന് പറയണതല്ലാതെ നമുക്കൊന്നുമില്ല. ഇത് ബോണക്കാട് ഗവൺമെൻറ് UP സ്കൂൾ. ഒരിക്കലിവിടെ കളിയും ചിരിയും വർത്തമാനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം അക്ഷരങ്ങൾ മുഴുകിക്കേൾക്കുന്ന ഈ സ്കൂൾ മുറ്റം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം തുറക്കുന്ന ഒരിടമായി മാറിയിരിക്കുകയാണ്. സ്കൂൾ അടച്ചിട്ട് 2000-ലൊക്കെ അടച്ച് അതിനുശേഷം ഇലക്ഷന് മാത്രം തുറന്ന് 2 ദിവസത്തേക്ക് തുറന്നു. മുമ്പ് കുറേ കുട്ടികളുണ്ടായിരുന്നു, ഇവിടുത്തെ ജോലിക്കാരൻ മക്കൾ എതിരെ നിന്ന് എവിടെ നിന്നെങ്കിലും വന്നാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ മൊത്തത്തിൽ അടച്ചത് 2000 തന്നെ. അടച്ചുപൂട്ടപ്പെട്ട സ്കൂള് പോലെ, കാടുമൂടിയ തേയിലത്തോട്ടങ്ങൾ പോലെ ഒരു കാലത്ത് ചിരിയും കളിയും വർത്തമാനങ്ങളും നിറഞ്ഞ ബോണക്കാട് എന്ന കൊച്ചുഗ്രാമം ഇപ്പോൾ വറുതിയുടെ കൊടുങ്കാട്ടിൽ ഇല്ലാതാവുകയാണ്. ചെക്ക് പോസ്റ്റിൽ നിന്നും ബോണക്കാട്ടേക്കുള്ള യാത്ര വനത്തിന് നടുവിലൂടെയാണ്. അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഈ വനത്തിന് വല്ലാത്ത സൗന്ദര്യമുണ്ടായിരുന്നു. വള്ളിപ്പടർപ്പുകളും കൂറ്റൻ വൃക്ഷങ്ങളും നീർത്തടാകങ്ങളും കൊണ്ട് മനോഹരമായി അലങ്കരിക്കപ്പെട്ട വനം. പക്ഷേ ബോണക്കാട്ടെ മനുഷ്യരുടെ ജീവിതകഥ കേട്ടതിന് ശേഷം, മനോഹരമായ ഒരു ഗ്രാമം ഇല്ലാതെയാകുന്ന കഥ കേട്ടതിന് ശേഷം ആ വനത്തിലെവിടെയോ ഒരു ഭയം ഒളിഞ്ഞിരിക്കുന്നതായി എനിക്ക് തോന്നി. ഒരുപക്ഷെ ഇതേ ഭയത്തോടെ തന്നെയാകണം കാലങ്ങളായി തങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ബോണക്കാട്ടെ സാധാരണ മനുഷ്യരും അവിടെ ജീവിച്ചു പോരുന്നത്. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം അനന്തപത്മനാഭൻ, M5 ന്യൂസ്, തിരുവനന്തപുരം.